പ്രിയരെ, ലോകാസമസ്ത സുഖിനോ ഭവന്തു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ കാതിൽ മുഴങ്ങിയതായ ശ്ലോകമാകുന്നു. മേ ഓൾ ബീയിങ്സ് എവരിവെയർ ബി ഹാപ്പി ആൻഡ് ഫ്രീ. വേദങ്ങളുടെ അന്തസത്തയായി കാണുന്നതായ ശ്ലോകമാകുന്നു. എല്ലാ ലോകത്തിലെയും എല്ലാവർക്കും സന്തോഷം ഭവിക്കട്ടെ എന്നാകുന്നു അതിൻ്റെ അർത്ഥം. മനുഷ്യൻ്റെ സന്തോഷം വീണ്ടെടുക്കുവാനായി ദൈവം വരിക എന്നത് എത്ര മനോഹരമായിട്ടുള്ള ഒരു ചിന്തയാണ്. നോമ്പിൻ്റെ 2-ാം വീതിയിൽ ഇനിയൊരു മടക്കമില്ല എന്ന് കരുതിയതായ കുഷ്ഠരോഗിയെ സൗഖ്യപാതയിൽ ക്രിസ്തു ചേർത്ത് പിടിക്കുന്നുണ്ടല്ലോ. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാകുക എന്ന് ക്രിസ്തു അവനോട് കൽപ്പിക്കുന്നു. അവൻ്റെ സമൂഹത്തിൽ അവന് വാക്കുപോലും അന്യമായിരുന്നു. പാളയത്തിന് പുറത്ത് താമസിക്കുന്നവന് സമൂഹം നൽകുന്നതായ ഒരു നിർബന്ധിതമായ അകലമുണ്ടല്ലോ. അവന് ക്രിസ്തു നൽകിയത് ഒരു വാക്ക് മാത്രമല്ല, ഒരു സ്പർശനം കൂടിയായിരുന്നു. വേദം പറയുന്നത് പോലെ ഒരു 2-ാം കാതുമായിരുന്നു ക്രിസ്തു അവന് നൽകുന്നത്. നോമ്പിൻ്റെ വിചാരങ്ങളോട് നമ്മൾ ചേർന്ന് ചിന്തിക്കുമ്പോൾ ബോധപൂർവമായിട്ടുള്ള ഒരകലം ഇന്ന് നമ്മുടെ ബന്ധങ്ങൾക്കകത്തില്ലേ? രോഗമില്ലെങ്കിലും നമ്മൾ മാറ്റി നിർത്തുന്നതായ കുറച്ച് മനുഷ്യരൊക്കെയുണ്ട്. എന്തിനാണ് വിലയുള്ളതെന്ന് നമ്മൾ തിരിച്ചറിയുക. വിലയുള്ളതിനെ നമ്മൾ എപ്പോഴും നോക്കാറുണ്ട്, വില കുറഞ്ഞതിനെ നമ്മൾ അവഗണിക്കുകയും ചെയ്യാറുണ്ട്. മനുഷ്യൻ്റെയൊക്കെ വില ഒത്തിരി കുറഞ്ഞു പോകുന്ന കാലമാണല്ലോ ഇത്. മനുഷ്യന് വില കൊടുക്കാൻ പഠിക്കേണ്ടുന്നതായ നാളുകളാകുന്നു നോമ്പിൻ്റെതായ നാളുകൾ. മനുഷ്യനേക്കാൾ മനുഷ്യനുണ്ടാക്കിയതായ ഉപകരണങ്ങളെയൊക്കെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിയില്ലേ? പണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ റിപ്പയറും മെയിൻ്റനൻസും ഒക്കെ ചെയ്യുന്ന ഒത്തിരി കടകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴൊക്കെ അന്യമായി പോയത്. ഇപ്പം നമുക്ക് അതിനൊന്നും ഒരു സമയമില്ലല്ലോ. ഉപയോഗിക്കുവാനും വലിച്ചെറിയുവാനും ഒക്കെ നമ്മുടെ കാലം നമ്മെ പഠിപ്പിച്ചില്ലേ? അത് ഉപകരണങ്ങളായാലും മനുഷ്യബന്ധങ്ങളായാലും അങ്ങനെ തന്നെയല്ലേ? റിപ്പയർ ചെയ്യുവാനും മെയിൻ്റനൻസ് നടത്തുവാനും ഒന്നും നമുക്ക് സമയമില്ലല്ലോ. പരിക്ക് പറ്റിയവർക്ക് കൂടെ തിരിച്ചു വരുവാനുള്ളതായ ഒരു കാലമാകുന്നു നോമ്പുകാലം. ക്രിസ്തു ആ മനുഷ്യനെ അവൻ്റെ പഴയ കൂട്ടത്തിലേക്ക് ചേർക്കുകയാണല്ലോ. കുറച്ചുകൂടെ ലളിതമായി പറഞ്ഞാൽ അവനെ അവൻ്റെ പഴയ സമൂഹത്തെ ഏൽപ്പിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, അവനെ തിരികെ അവൻ്റെ സഭയെ ഏൽപ്പിക്കുന്നു എന്ന്. നമ്മുടെ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ സഭയുടെയും കൂട്ടായ്മകളുടെയും ദൗത്യം ഒന്നുകൂടി ചിന്തിക്കേണ്ടത് നല്ലതാകുന്നു. ആ പഴയ ശമരിയക്കാരൻ മുറിവേറ്റവനെ ഏൽപ്പിച്ച വഴിയമ്പലമാകുന്നു നമ്മുടെ കൂട്ടായ്മകൾ. ഒരു മനുഷ്യന് അവൻ്റെ ദൈവാലയത്തിൽ വെച്ച് പരിക്കേറ്റ് കഴിഞ്ഞാൽ പിന്നെ ആരാണ് അവന് ആശ്വാസം നൽകുന്നത്? ക്രിസ്തുവിൻ്റെ 2-ാം വരവ് വരെ മുറിവേറ്റുപോയ മനുഷ്യരെ ചേർക്കുവാനുള്ളതായ ബാധ്യത നമുക്കുണ്ട്. നമ്മുടെ പള്ളികൾ ചിരിക്കുന്ന സെൽഫികൾ എടുക്കുവാനുള്ളതായ ഇടമല്ല. പള്ളിക്കുള്ളിൽ കരയുന്ന മനുഷ്യർക്ക് കരുണയുടെ കൂടാരമാകുവാനുള്ളതായ ഇടമാകുന്നുവല്ലോ. അതുകൊണ്ട് നമ്മുടെ കൂട്ടായ്മകൾ ഹീലിംഗ് സ്പേസ് ഫോർ വോണ്ടഡ് സോൾസ് എന്ന് മാറി ചിന്തിക്കുവാനുള്ളതായ കാലമായി. ദൈവമേ, ആരുടെയും മുറിവുകൾ നമ്മൾ കാരണം ഉണ്ടാവാതിരിക്കുവാൻ പ്രാർത്ഥിക്കാം. എന്നാൽ മുറിവേറ്റവരുടെ സൗഖ്യത്തിനായി നമ്മൾ കാരണമാകട്ടെ. ആമീൻ.